കുരുമുളക് കൃഷി, ബ്ലാക്ക് പെപ്പർ എങ്ങനെ കൃഷി ചെയ്യാം? ഇതിപ്പോൾ ഞാൻ ഒരു 2 മാസം മുമ്പ് നട്ട കുരുമുളക് വള്ളികളാണ്. അപ്പോൾ ഏതെങ്കിലും മരം, കവുങ്ങ്, തെങ്ങ്, കരിശ് അല്ലെങ്കിൽ മുരിക്ക്, ഏത് മരത്തിൻ്റെയും കടയ്ക്ക് നമ്മൾ കുഴിച്ചിടാം. പ്ലാവ്, മാവ്. അപ്പോൾ ഈ കടയ്ക്കേന്ന് ഒരടി അകലത്തിൽ നമ്മളൊരു 2 അടി ചതുരശ്രത്തിൽ ഒരു കുഴി കുത്താം. അപ്പോൾ ഒരടി താഴ്ച. അതിനുശേഷം ഈ കുഴിയിൽ കുറച്ച് പച്ചിലകൾ, തൂപ്പുകൾ അല്ലെങ്കിൽ ചവറ് അല്ലെങ്കിൽ ചകിരിപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് മൂടുക. മൂടുന്നതിന് മുന്നേ ഈ ചകിരിപ്പൊടി അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ടില്ല, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു 50 രൂപയ്ക്കുള്ള ചാണകപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മണ്ണിട്ട് മൂടുക. ഇനി അടുത്ത വല്ല വീടുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ തല, ഏതെങ്കിലും വീട്ടിൽ ചോദിച്ചാൽ, കുരുമുളക് കാണുന്ന വീട്ടിൽ ചോദിച്ചാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് തരും, പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ അത്രയ്ക്കും ദരിദ്രവാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പൈസ ചോദിക്കുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കൊടുന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും അവൻ പൊടിച്ച് 3-4 മാസത്തുമ്പോഴേക്കും 1 അടി അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റ് വരും. അപ്പം നമ്മളിത് കുരുമുളക് തല വള്ളി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അടിയെങ്കിലും നീളത്തിൽ മുറിച്ചെടുക്കണം. അതിനുശേഷം 1 അടി മണ്ണിൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ചുറ്റി വയ്ക്കുക. റൗണ്ടാക്കുന്നതിന് ചുറ്റിനായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് പൊടിച്ച് മുകളിലേക്ക് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ തല നമ്മൾ ഇതിന് ചുറ്റും, ഈ മരത്തിൻ്റെ ചുറ്റും വയ്ക്കുക. അങ്ങനെ താഴ്ത്തി ചുറ്റി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണിട്ട് മൂടുക. എന്നിട്ട് കടക്കയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട, അവൻ തന്നെ അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ മണ്ണിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേരുകൾ ഇഷ്ടം പോലെ ചുറ്റിനും ഉണ്ടാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഞങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലക്കാരൊക്കെ കൂടുതലും കുരുമുളകിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി വരുന്ന വള്ളി മുറിച്ചിടും, അല്ലെങ്കിൽ കടയ്ക്ക് ഇങ്ങനെ മുളച്ചു വരുന്ന വള്ളികളാണ് നടുക. നമ്മുടെ ഉളുപ്പണി അല്ലെങ്കിൽ മൂന്നാർ അവിടങ്ങളിലൊക്കെ, ഇടുക്കി ജില്ലയിലൊക്കെ കായ ഉണ്ടാകുന്ന, കുരുമുളക് ഉണ്ടാകുന്ന വള്ളി മുറിച്ച് എടുത്തിട്ടാണ് നടന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഒരടി ഹൈറ്റിൽ വന്നു. ഇതിപ്പോൾ ഒരു 3 മാസം മുന്നേ വെച്ചാണ്. ഇനി ചിലതുമൊക്കെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ കുരുമുളക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുരുമുളകിന് 850-900 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് പെപ്പർ അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് മണി കിട്ടും. അപ്പോൾ ഇതാണ് കരിശുമരം. അപ്പോൾ ഈ കരിശുമരത്തും കയറ്റേണ്ടതുണ്ട്. ഇതിപ്പോൾ 2-3 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഒരു 10 അടിക്ക് നമ്മൾ ഈ മരം മുറിച്ച് കളയണം. തെങ്ങ് അടയ്ക്കാൻ മരമല്ല, ഇതുപോലെ കരിശ് അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങൾ. എന്നിട്ട് ഇതുപോലെ തൂപ്പൊക്കെ വരുന്നത് ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വലിച്ചു കളയാം. അപ്പോഴാണ് ഇതിന് നല്ല വെയിൽ കിട്ടുക. അപ്പോൾ കുരുമുളകിന് ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ടാവും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ചിലവില്ല. നമ്മളൊരു അരമണിക്കൂർ പണിയെടുത്താൽ സാധനം കിട്ടും. അപ്പോൾ കുരുമുളക് വള്ളി ഫാമുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി പൈസ ഇല്ലാത്തവർക്ക് അടുത്ത വീടുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇതുകൊണ്ട് കുഴിച്ചിടുക. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആണെങ്കിൽ നിങ്ങൾക്ക് കിലോയ്ക്ക് 850, ഒരു 10 കിലോ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ 8500-900 രൂപയാണ്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ സാധനമാണ്. അതായത് യൂറോപ്യൻസൊക്കെ നമ്മളുടെ പോലെ ഈ മുളക് എരിവിന് പകരം